പേഴ്സണലി ഞാനിത് ഉപയോഗിച്ച് നോക്കി കേൾക്കാൻ നല്ല സുഖമാണ്. ഇതെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മുടെ മറ്റേ സാധാ ടൈപ്പ് ഉണ്ടല്ലോ കാസറ്റ് പ്ലെയർ, അതിനകത്തെക്കാട്ടിലും നല്ല ഒരു ഔട്ട്പുട്ട് അതിനകത്ത് തരുന്നത്. എൻ്റെ പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അക്കായുടെ ഇത് നല്ല സൗണ്ടും പഞ്ചും ക്വാളിറ്റി കേൾക്കാം ഇത്രയും കാലമായിട്ട് പോലും. ഇത് ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നായാലും ഇത് പൊടിയെല്ലാം തട്ടി കളഞ്ഞ് കേൾക്കാൻ നല്ല ഭംഗിയായി, കേൾക്കാൻ നല്ല സുഖമാണ്. നല്ലൊരു കാസറ്റ് ഇട്ടാൽ കേൾക്കാൻ നല്ല സൗണ്ടാണ്. വേറെ വോളിയം കൺട്രോളോ ഒന്നുമില്ല, ഇതിൻ്റെ പ്രീ ഔട്ട് മാത്രം. എന്തോ നല്ല സുഖമാണെന്നറിയാം കേൾക്കാൻ. നല്ല ഒരു ക്ലാരിറ്റി, പക്കാ ക്ലാരിറ്റി കേൾക്കാൻ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും നാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു ഫീല് തോന്നിയിട്ട് പറഞ്ഞു. ഞാൻ ബാക്കിയുള്ളതിനെ കുറ്റം പറയുമല്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഉണ്ടായിരിക്കും, കാസറ്റ് പ്ലെയർ ഇതുപോലെ ഉണ്ടായിരിക്കും വിചാരിക്കും. അതൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്നൊരു അക്കായുടെ ഒരു ഡബിൾ കാസറ്റ് ഡെക്കാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. 90s മോഡൽ വരുന്ന ഒരു അക്കായുടെ ഡബിൾ റെക്കോർഡർ പ്ലെയറാണിത്. ഒരു വിൻറ്റേജ് നൊസ്റ്റാൾജിയൊക്കെ വരുന്ന ടൈപ്പ് ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു കാസറ്റ് ഡെക്കാണിത്. ഇത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അത് അവിടെ പൊടി പിടിച്ച് നാശമായിട്ട് ഇതിൻ്റെ കേബിളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നമ്മൾ ഉരിമാറ്റി, നമ്മളെല്ലാം നമ്മുടെ ആളെ തന്നെ ഉരിമാറ്റി എല്ലാം ശരിയാക്കിയതാണ്. എടുത്ത് ഇപ്പോൾ നല്ല കണ്ടീഷനായിട്ടിരിക്കുന്ന ഒരു കാസറ്റ് പ്ലെയറാണ്. 2 കാസറ്റ് ഇടാവുന്ന ഒരു ടൈപ്പുള്ളതാണ്. ഒന്ന് റെക്കോർഡും ഒന്ന് പ്ലേ ചെയ്യാനുള്ളത്. രണ്ടിലും പ്ലേ ചെയ്യാൻ ഒക്കും. നിങ്ങളൊരു 90s ആണെങ്കിൽ ഇതിനെക്കുറിച്ച് അധികം അറിയാമായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പരിചയപ്പെടുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കുറേ നാൾ കൈ വെച്ച് ഇത് ഉപയോഗിച്ച് കേട്ടോണ്ടാണ് ഇതിൻ്റെ നല്ല പെർഫോമൻസ് ആണ് കേൾക്കാൻ. അക്കായ് എന്ന മോഡൽ കാണാം. അതിൻ്റെ തൊട്ട് താഴെ സോഫ്റ്റ് പവർ ബട്ടൺ കാണാം. ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ടേപ്പ് 1 പ്ലേ ബാക്ക് ആട്ടോ ടേപ്പ് സെലക്ടർ. പിന്നെ ഇത് സാധാ മെക്കാനിസം. തൊട്ടിപ്പുറത്തെ ടേപ്പ് 2 റെക്കോർഡിംഗ് ആൻഡ് പ്ലേ ബാക്ക് ഓട്ടോമാറ്റിക് ടേപ്പ് സെലക്ടർ. പ്ലേ ചെയ്യാനും കേൾക്കാനും ഇതിനകത്ത് കഴിയും. അതുപോലെ തന്നെ കൗണ്ടിങ്, ഏത് പാട്ടാണ് ഏത് സോങ്ങാന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു കൗണ്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അക്കാലത്ത് കൂടുതലും കാസറ്റ് പ്ലെയറുകളിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ ഡബിൾ കാസറ്റ് ഡെക്ക് HZ-A351Z എന്ന മോഡലിൽ വരുന്ന ഒരു സീരീസ് ആണിത്. അതിൻ്റെ താഴെ ഡോൾബിയുടെ മെൻഷൻ 1 ടച്ച് റെക്കോർഡറാണ് ഇതിൽ പ്ലേ വരുന്നത്. തൊട്ടൊരു സൈഡിലേക്ക് വരികയാണെങ്കിൽ പവർ ഓൺ, പിന്നെ പിക്ക് ലെവൽ ഇൻഡിക്കേറ്റർ, റെക്കോർഡിങ്, ഇതെല്ലാം ഒരു ലൈറ്റാണ് വരുന്നത്. പച്ച ചുവപ്പ് ഉള്ള കളർ വരുന്ന ഒരു ലൈറ്റ്. റെക്കോർഡിങ് ചെയ്യുന്ന എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഈ പിക്ക് ലെവൽ ഇൻഡിക്കേറ്ററിനകത്ത് അറിയാം. പിന്നെ താഴെ കുറേ സ്വിച്ചുകൾ 3 കൊടുത്തിട്ടാണ്. അതിൽ ഒന്ന് ഡബിളിങ് സ്പീഡ് കൂട്ടാനുള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ടൊന്നും വന്നില്ല. ചെറിയ മാറ്റം എല്ലാം വരുമായിരിക്കും ഞാൻ ചെയ്തത്, അത് കിട്ടിയില്ല. പിന്നുള്ളത്
കണ്ടിന്യൂ പ്ലേ ബട്ടൺ ആണുള്ളത്. പിന്നെ ഡോൾബി NR റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ നോയ്സ് ഒക്കെ ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെക്കോർഡിങ്ങിൻ്റെ സൗണ്ടും വല്ല നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അതിൻ്റെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഡോൾബി കാണിച്ചിരിക്കുന്നത്. പിന്നെ റെക്കോർഡിംഗ് ലെവൽ അതിൻ്റെയാണ് ആ ലെഫ്റ്റ് റൈറ്റ് എന്ന് ബാലൻസ് ചെയ്യാനുള്ള ഇക്വലൈസർ പോലത്തെയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. അത് ഈ വ്യൂ മീറ്ററിൽ നോക്കി ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെഫ്റ്റും റൈറ്റ്, അങ്ങനെയാണ് റെക്കോർഡിങ്ങിൻ്റെ അറിയുന്നത്. ഇതിലവർ പറയുന്നത് ഡബിൾ ഹൈ സ്പീഡ് ഡബിങ്, കണ്ടിന്യൂ പ്ലേ വൺ ടച്ച് ഡബിങ് എന്നാണ്. രണ്ടെണ്ണം ഒരുപോലെ പ്ലേ ചെയ്യാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം. അത് ഒരെണ്ണത്തെ ടച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ കാസറ്റ് പ്ലെയർ ആ ഒരു സെഷനും പിന്നെ ഇപ്പുറത്തെ റെക്കോർഡിങ്ങിൻ്റെയും കൂടെ രണ്ടും പ്ലേ ആകും. ഒരു പാട്ടിലെ റെക്കോർഡ് ഇപ്പുറത്തോട്ട് കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ മറ്റൊരെണ്ണത്തിൽ നിന്ന് ഇതിനകത്തോട്ട് കൊടുക്കാനും പറ്റും. ഇതിൽ മൈക്ക് ഓപ്ഷൻ ഇല്ല. ഇത് മറ്റനദർ സോഴ്സിൽ നിന്ന് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാസറ്റ് ഒന്നും റെക്കോർഡ് ചെയ്യുന്ന കിട്ടാത്തതുകൊണ്ട് ഞാനൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതെത്ര കേൾക്കാൻ നല്ല റെക്കോർഡ് ചെയ്യുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ നല്ല ഇതായിരിക്കും. അതിൻ്റെ ഒരെണ്ണമാണ് ആ ബട്ടൺ അവിടെ വലിയ ഒരെണ്ണം നൽകിയിരിക്കുന്നത്. ഈ രണ്ട് കാസറ്റും ഒരുപോലെ പ്ലേ ചെയ്ത് ഒരെണ്ണത്തിനകത്ത് റെക്കോർഡാകുന്ന ടൈപ്പ് വരുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കാസറ്റ് അകത്തിടുന്ന കാണാൻ പറ്റുന്ന ഗ്ലാസ് ആണ്, രണ്ട് പ്ലാസ്റ്റിക് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഏലിയൻ ടൈപ്പ് മെക്കാനിസം അല്ല, ഇത് സാധാ ടൈപ്പ് അല്ല. ഇത് ഓൺ ആക്കുമ്പോൾ മാത്രം ഇത് മെക്കാനിസത്തിൻ്റെ ഹെഡ് മുകളിലേക്ക് പോകും പ്ലേ ചെയ്യുമ്പോൾ. അഥവാ ഇത് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുകയാണെങ്കിൽ ഈ പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന ഇത് തന്നെ താഴോട്ട് പോകും. ആ ടൈപ്പാണ് ഇത് വരുന്നത്. പിന്നെ കുറേ പഴയതായതുകൊണ്ട് അതിൻ്റെ താഴോട്ടുള്ള പോരായ്മകളുണ്ട്. മണ്ടയ്ക്ക് സ്ക്രാച്ചൊക്കെ ഉണ്ട്. നമുക്ക് പൊടി പിടിച്ചാണ് കിട്ടിയത്. ഇത്രയും നാളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇത് ഇപ്പോഴും ഉള്ളതാണ് അതിൻ്റെ ഒരു ഇത് നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ. പിന്നെ ഇതിൽ ഇത് റിവൈൻഡ് അടിക്കും, പക്ഷേ ഫോർവേഡ് പോകത്തില്ല. ഫോർവേഡ് അതെന്താന്ന് കുറേ നോക്കി, പക്ഷേ ഇത് പറ്റുന്നില്ല. അതെന്തുവാന്നുള്ള കംപ്ലൈൻറ്റ് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വരുന്നത് ഇത് സൈഡ് ഒരു ബോർഡ് ടൈപ്പിലെ ഒരു ഇതാണ് വരുന്നത്, മെറ്റലല്ല. പിന്നെ ലൈൻ ഇന്ന് ലൈൻ ഔട്ട് റെക്കോർഡിങ്ങിനുള്ളതും പിന്നെ അനദർ സോഴ്സിലോട്ട് ഇത് കൊടുക്കാനുള്ളത് പ്രീ ഔട്ടാണ്. ഇതിൽ വോളിയം കൺട്രോളൊന്നും ഇല്ല, ഇത് പ്രീ ഔട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് വരുന്ന. പിന്നെ അവരുടെ സീരിയൽ നമ്പർ ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ് വരുന്നത്, ജപ്പാൻ. പിന്നെ ഡോൾബി അവരുടെ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസാണ്. പിന്നെ വോൾട്ടേജ് അവിടുത്തെ വോൾട്ടേജ് അനുസരിച്ച് ഇത് നമുക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യാം, നമ്മുടെ ഇവിടുത്തെ വോൾട്ടേജ് ഏതാണോ അത്. പിന്നെ AC 110 120 അത്രയ്ക്ക് ലോഡൊന്നും ഇതിനകത്ത് വലിക്കത്തില്ല, വലിയ ലോഡൊന്നും വലിക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ അധികം എടുക്കത്തില്ല ചാർജൊന്നും. അതുകൊണ്ട് ഇതിന് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ളതൊന്നും വെന്റിലേഷനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൽ റെക്കോർഡിംഗ് ലെവൽ കാണിക്കുന്നത് കൊടുത്തിട്ടുള്ളത്. മണ്ടയ്ക്കും ലൈറ്റ് ഉണ്ട്, പക്ഷേ ഇത്രയും ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇളക്കി നോക്കിയാൽ കണ്ടില്ല. നമ്മുടെ അല്ലാത്തതുകൊണ്ട് നമ്മളൊരു കൂടുതൽ പണിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അത്രയ്ക്ക് നോക്കിയില്ല. പിന്നെ പ്ലേ, റിവൈൻഡ്, ഫോർവേഡ്, ഇജക്റ്റ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. കത്തുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് സ്ക്വയർ ഷേപ്പ് LED അല്ല, ഇത് റൗണ്ടിലാണ് ഇത് വരുന്നത്. അത്
പ്ലാസ്റ്റിക്കിനകത്ത് ചെയ്തിട്ട് അതിൽ മറ്റേ റൗണ്ട് ഷേപ്പിൽ കപ്പ് പോലെ കയറ്റി വെച്ചേക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. പിന്നെ ഈ സാൻസോയിലെ ആംപ്ലിഫയറിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അതിനകത്ത് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതേലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് തെള്ളിയാണ് അതിനകത്ത് കേൾക്കുന്നത്. ട്രിബിളും ബേസും ആയാലും ഇതേ കൊടുത്താണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ